ചില സ്ഥലങ്ങളുണ്ടല്ലേ, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സമയം നിശ്ചലമായതുപോലെ തോന്നും. നൂറ്റാണ്ടുകളുടെ ഓർമ്മകൾ പേരുന്ന ആ കല്ലുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ കാറ്റ് നമ്മുടെ കാതിൽ എന്തൊക്കെയോ കഥകൾ മന്ത്രിക്കുന്ന പോലെ. അങ്ങനെ ഒരിടമാണ് ഹംപി. ഒരു കാലത്ത് വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ഹൃദയമായിരുന്ന ഒരിടം. ഇന്നാണെങ്കിലോ ആ പ്രതാപത്തിൻ്റെ ഒരു നിഴൽ മാത്രം. തകർന്നടിഞ്ഞ ശില്പങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും ഒരു വലിയ മ്യൂസിയം. നമ്മുടെ ഈ ആഖ്യാനം തുടങ്ങുന്നത് ഈ കല്ലുകൾക്കിടയിൽ നിന്നാണ്. ഒരു സാധാരണ യാത്രയായി തുടങ്ങി പിന്നീടൊരു വ്യക്തിയുടെ ജീവിതത്തെയും ചിന്തയെയും തന്നെ മാറ്റിമറിച്ച ഒരു അന്വേഷണത്തിന്റെ കഥയാണിത്. അപ്പോൾ നമ്മുടെ കഥയിലെ പ്രധാന ആൾ റസിയ ഒരു ഫിലിം മേക്കറാണ്. ചരിത്രത്തെ സിനിമയിലൂടെ വീണ്ടും അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. ഭർത്താവും ഒരു ബുദ്ധിജീവിയുമായ ആമിറിനൊപ്പം ഹംപിയിലെ കാഴ്ചകൾ കാണാൻ വന്നതാണവൾ. പക്ഷേ അവിടെ ആ കരിങ്കൽ ശില്പങ്ങൾക്കിടയിൽ വികൃതമാക്കപ്പെട്ട, കൈകാലുകളൊക്കെ വെട്ടിമാറ്റിയ നരസിംഹമൂർത്തിയുടെ വലിയ പ്രതിമ അവരുടെ കണ്ണിൽപ്പെട്ടു. അതൊരു കാഴ്ചയായിരുന്നില്ല. സത്യം പറഞ്ഞാൽ അവരുടെ ഉള്ളിലേക്ക് തുളച്ചുകയറിയൊരു ചോദ്യം പോലെയായിരുന്നു. വെറുമൊരു ശില്പം മാത്രമല്ല അവിടെ തകർന്നു കിടക്കുന്നത്, താൻ ഇന്നുവരെ വിശ്വസിച്ച പല ധാരണകളുമാണെന്ന് അവൾക്ക് തോന്നി. എന്തുകൊണ്ടായിരിക്കും ആ കാഴ്ച അവളെ അത്രയധികം അസ്വസ്ഥയാക്കിയത്? ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കിയേ. ഈ ചരിത്രമെന്നൊക്കെ പറയുന്നത് ആരാണ് എഴുതുന്നത്? ആരാണത് നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മൾ കേൾക്കുന്ന കഥകൾക്കപ്പുറം നമ്മൾ കേൾക്കാതെ പോയ മറ്റെന്തെങ്കിലും സത്യങ്ങൾ ഉണ്ടാവുമോ? റസിയയുടെ മനസ്സിലും ഇതേ ചോദ്യങ്ങളായിരുന്നു. ആരാണ് ഈ ശില്പങ്ങളെയൊക്കെ ഇങ്ങനെ തകർത്തത്? എന്തിനു വേണ്ടിയായിരിക്കും? നമ്മൾ സ്കൂളിൽ പഠിച്ച ചരിത്ര പാഠങ്ങൾക്കപ്പുറം വേറൊരു സത്യം കൂടിയുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ ഒരു തുടക്കം മാത്രമായിരുന്നു. പുറമേക്ക് ഹംപിയുടെ ചരിത്രം തേടിയിറങ്ങിയ അവളുടെ യാത്ര പതിയെ സ്വന്തം ഭൂതകാലത്തിലേക്കും അവൾ മറക്കാൻ ശ്രമിച്ച ചില ഓർമ്മകളിലേക്കും തിരിഞ്ഞു നടക്കാൻ തുടങ്ങുകയായിരുന്നു. ഈ യാത്രയുടെ എല്ലാം കാതൽ അത് ഈ ഒരൊറ്റ വാക്കിലുണ്ട്: ആവരണം. വേദാന്ത ദർശനത്തിൽ പറയുന്നത് സത്യത്തിന് മുകളിലുള്ള മറയെയാണ് ആവരണമെന്ന്. ഇത് വെറുമൊരു ഫിലോസഫിക്കൽ ആശയമല്ല കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുണ്ട്. ചില ഓർമ്മകൾക്ക് മുകളിൽ നമ്മളൊരു മറയിടും. ചില ഇഷ്ടക്കേടുകൾക്ക് മുകളിൽ നമ്മളൊരു പുഞ്ചിരിയുടെ മറയിടും. ചിലപ്പോൾ ഒരു കുടുംബം മുഴുവനായി ചില രഹസ്യങ്ങൾക്ക് മുകളിൽ നിശബ്ദതയുടെ ഒരു മറയിടും. അതുപോലെ തന്നെ ഒരു സമൂഹം മുഴുവൻ അതിൻ്റെ ചരിത്രത്തിലെ ചില അസുഖകരമായ സത്യങ്ങൾക്കു മുകളിൽ സൗകര്യപ്രദമായ കഥകളുടെ ഒരു മറയിടും. നമ്മളുപോലും അറിയാതെയാണ് പലപ്പോഴും ഈ മറകൾ നമ്മളുണ്ടാക്കുന്നത്. റസിയയുടെ യാത്ര ഈ മറകളെ വകഞ്ഞുമാറ്റി സത്യത്തെ കാണാനുള്ളൊരു ശ്രമമായിരുന്നു. കാരണം ഈ ആവരണം എന്ന ആശയം റസിയയുടെ സ്വന്തം ജീവിതവുമായിട്ട് ഭയങ്കരമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ റസിയ ജനിച്ചത് ലക്ഷ്മിയായിട്ടായിരുന്നു. ഒരു പുരോഗമനവാദിയായ ആമിറിനെ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ വേണ്ടി അവൾ സ്വന്തം പേര്, മതം, കുടുംബം, ഓർമ്മകൾ എല്ലാം ഉപേക്ഷിച്ചു. അവൾ സ്വയം ഉണ്ടാക്കിയൊരു മറയ്ക്ക് പിന്നിൽ റസിയായി ജീവിക്കാൻ തുടങ്ങി. അവൾ മറക്കാൻ ആഗ്രഹിച്ചൊരു ഭൂതകാലം. പക്ഷെ ഹംപിയിലെ ആ തകർന്ന കല്ല് അവൾ ഭദ്രമായി അടച്ചുവെച്ച ആ ഭൂതകാലത്തിന്റെ വാതിൽ മെല്ലെ തുറക്കുകയായിരുന്നു. ഹംപിയിലെ ഈ നാശത്തെക്കുറിച്ച് അവളുടെ ഭർത്താവ് ആമിറിന് വ്യക്തമായൊരു തിയറിയുണ്ട്. അയാളൊരു ബുദ്ധിജീവിയും ചരിത്ര വിദ്യാർത്ഥിയുമൊക്കെയാണ്. അയാളുടെ കാഴ്ചപ്പാടിൽ ഇത് ഫ്യൂഡൽ രാജാക്കന്മാർക്കെതിരെ അവിടുത്തെ സാധാരണക്കാരായ തൊഴിലാളികൾ നടത്തിയ ഒരു വിപ്ലവമാണ്. ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ നടത്തിയൊരു വർഗസമരത്തിന്റെ ഭാഗമായാണ് ഈ അമ്പലങ്ങളും ശില്പങ്ങളുമൊക്കെ തകർക്കപ്പെട്ടത്. കേൾക്കാൻ നല്ല രസമുള്ള പുരോഗമനപരമായ ഒരു സിദ്ധാന്തം. പക്ഷേ റസിയുടെ ഓർമ്മകൾ അത് വേറൊരു കഥയാണ് പറയുന്നത്. അവളുടെ കുട്ടിക്കാലത്ത് ഗ്രാമങ്ങൾ തമ്മിൽ പുഴയിലെ വെള്ളത്തിനു വേണ്ടി വലിയ വഴക്കുകൾ നടന്നിട്ടുണ്ട്. പക്ഷേ എത്ര വലിയ ശത്രുതയുണ്ടായിരുന്നാലും ആരും പരസ്പരം അമ്പലങ്ങളോ പള്ളികളോ തകർത്തിരുന്നില്ല, ദൈവങ്ങളെ അപമാനിച്ചിരുന്നില്ല. ഇവിടെയാണ് ആദ്യത്തെ ഒരു വിള്ളല് വീഴുന്നത്. ആമിർ പറയുന്ന പുരോഗമനപരമായ തിയറിയും അവളുടെ സ്വന്തം അനുഭവവും തമ്മിൽ ഒരു ചേർച്ചയില്ലായ്മ. ഒരു തൊഴിലാളി അവൻ എത്രമാത്രം ദ്രോഹിക്കപ്പെട്ടാലും താൻ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ശില്പം തകർക്കുമോ? ഈ ഒരു ചോദ്യം അവളുടെ ഉള്ളിൽ ഒരു വിത്തുപോലെ വീണു. ആമിറിന്റെ തിയറി എന്ന വലിയ മറയ്ക്കപ്പുറം ഒരുപക്ഷെ വേറൊരു സത്യമുണ്ടാകാം എന്നൊരു ചെറിയ സംശയം അവളുടെ മനസ്സിൽ മുളപൊട്ടി. ആ സംശയമാണ് അവളെ ഈ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോയത്. തന്റെ സംശയങ്ങൾക്കൊരുത്തരം വേണമല്ലോ. അതിനുവേണ്ടി റസിയ യാത്ര തുടരുകയാണ്. പക്ഷെ അവൾ എത്തിച്ചേർന്നത് ഏതെങ്കിലും വലിയ ലൈബ്രറിയിലോ ആർക്കൈവ്സിലോ ഒന്നുമല്ല. മറിച്ച് വർഷങ്ങളായി അവൾ പോകാതിരുന്ന, ഇപ്പോൾ മരണപ്പെട്ടുപോയ അവളുടെ അച്ഛന്റെ മുറിയിലേക്കാണ്. താനൊരു പുരോഗമനവാദി, അച്ഛനൊരു സാധാരണ കർഷകനും ഗാന്ധിയനുമാണെന്നായിരുന്നു അവളുടെ ധാരണ. അവർക്കിടയിൽ വലിയൊരു ആശയപരമായ അകലമുണ്ടായിരുന്നു. എന്നാൽ ആ മുറിയിൽ അവൾക്കായി ഒരു വലിയ ലോകം തന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. ആ മുറിയിലെ കാഴ്ച അവളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. 3 വലിയ അലമാരകൾ നിറയെ പുസ്തകങ്ങൾ. ഖുർആനും ഹദീസുകളും മാത്രമല്ല, മുഗൾ കാലഘട്ടത്തിലെ ചരിത്രകാരന്മാർ നേരിട്ടെഴുതിയ ഗ്രന്ഥങ്ങൾ, വിൽ ഡ്യൂറന്റിന്റെ ലോകചരിത്രം പോലുള്ള വലിയ പുസ്തകങ്ങൾ. അദ്ദേഹത്തിന്റെ മുറി നിറയെ ചരിത്ര പുസ്തകങ്ങളായിരുന്നു. അദ്ദേഹം വെറുതെ വായിക്കുകയായിരുന്നില്ല. ഓരോ പുസ്തകത്തിലെയും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടിവരയിട്ട് മാർജിനുകളിൽ സ്വന്തം കൈപ്പടയിൽ കുറിപ്പുകൾ എഴുതിവെച്ചിരുന്നു. ഒരു നിശബ്ദനായ പണ്ഡിതനായിരുന്നു തന്റെ അച്ഛൻ എന്ന് അവൾ അന്ന് തിരിച്ചറിയുകയായിരുന്നു.
ആ നിമിഷം റസിയക്ക് സ്വയം ഒരു നാണക്കേട് തോന്നി. ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ തന്റെ ചരിത്രത്തിലുള്ള അറിവ് എത്രയോ പരിമിതമായിരുന്നു. ടൂറിസ്റ്റ് ഗൈഡുകളിലും കേട്ടുകേൾവികളിലും ഒതുങ്ങുന്നതായിരുന്നു തന്റെ അറിവ്. എന്നാൽ അവളുടെ അച്ഛൻ ആരുമറിയാതെ ചരിത്രത്തിന്റെ യഥാർത്ഥ ഉറവിടങ്ങളിലേക്ക്, പ്രൈമറി സോഴ്സുകളിലേക്ക് ആഴത്തിലിറങ്ങി ചെല്ലുകയായിരുന്നു. ആ പുസ്തകങ്ങൾ അവൾക്കൊരു നിധിയായിരുന്നില്ല, അതൊരു ഭൂപടമായിരുന്നു. സത്യത്തിലേക്കുള്ളൊരു ഭൂപടം, അവളുടെ യാത്രയ്ക്കുള്ളൊരു വഴികാട്ടി. അച്ഛന്റെ പുസ്തകങ്ങളിലൂടെയുള്ള ഈ യാത്രയ്ക്കിടയിലാണ് റസിയയ്ക്ക് ടിപ്പു സുൽത്താനെക്കുറിച്ചൊരു നാടകം എഴുതാനൊരു അവസരം വരുന്നത്. ടിപ്പു ഒരു ദേശീയ ഹീറോ ആണല്ലോ. എന്നാൽ അച്ഛന്റെ ശേഖരത്തിലുണ്ടായിരുന്ന യഥാർത്ഥ ചരിത്രരേഖകൾ അവൾക്ക് മുന്നിൽ വരച്ചുകാട്ടിയത് നമ്മൾ ആഘോഷിക്കുന്ന ടിപ്പുവിനെ ആയിരുന്നില്ല. കൂടുതൽ സങ്കീർണതകളുള്ള, പല ഇരുണ്ട അധ്യായങ്ങളുമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. ഇതോടെ അവളൊരു വലിയ ധർമ്മസങ്കടത്തിലായി. നാടകം നിർമ്മിക്കാൻ പണം തരുന്നവർക്ക് വേണ്ടത് കളങ്കമില്ലാത്തൊരു വീരനായകനെയാണ്. എന്നാൽ താൻ വായിച്ചറിയുന്ന സത്യങ്ങൾ മറ്റൊന്നാണ്. എന്തു ചെയ്യും? കല സത്യത്തോടാണോ അതോ സൗകര്യങ്ങളോടാണോ കൂറുപുലർത്തേണ്ടത്? അവളുടെ ഉപദേഷ്ടാവായ പ്രൊഫസർ ശാസ്ത്രി അവളോടൊരു കാര്യം പറഞ്ഞു. ചരിത്രത്തിന്റെ ലക്ഷ്യം നല്ലൊരു നാളെ ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടി ഇന്നലെകളെ കുറച്ചൊന്നും മിനുക്കിയെടുക്കുന്നതിൽ തെറ്റില്ല. ഇതാണ് പുരോഗമനവാദികൾ എന്ന് പറയുന്ന പലരുടെയും ഒരു നിലപാട്. കലയുടെ ലോകം ആവശ്യപ്പെടുന്നത് നല്ല സന്ദേശങ്ങൾ നൽകുന്ന, സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന കഥകളാണ്. എന്നാൽ ചരിത്രത്തിന് വേണ്ടത് സത്യമാണ്, അതെത്ര വേദനിപ്പിക്കുന്നതാണെങ്കിലും. ഈ രണ്ട് ലോകങ്ങൾക്കിടയിൽ റസിയ ശരിക്കും കുടുങ്ങിപ്പോയി. ഈയൊരു ചോദ്യം ഇത് അവളുടെ ഉള്ളിൽ കിടന്ന് പുകയാൻ തുടങ്ങി. ഒരു നുണയുടെ അടിത്തറയിൽ പടുത്തുയർത്തുന്ന ഒരു സൗഹൃദത്തിന്, ഒരു സമൂഹത്തിന്, ഒരു രാജ്യത്തിന് എത്ര കാലം നിലനിൽക്കാൻ പറ്റും? സത്യത്തെ മറച്ചുവെച്ചുകൊണ്ട് എങ്ങനെയാണ് പരസ്പരം വിശ്വാസമുണ്ടാകുക? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള അവളുടെ യാത്ര അവളെ ഒരു നിർണായകമായ വേദിയിലേക്ക് എത്തിക്കുകയായിരുന്നു. മാസങ്ങളായി അവൾ തന്റെ അച്ഛന്റെ മുറിയിലിരുന്ന് നടത്തിയ ആ നിശബ്ദമായ അന്വേഷണം ഇപ്പോൾ ഒരു പൊതുവേദിയിലേക്കെത്തുകയാണ്. രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ ചരിത്രകാരന്മാരും ബുദ്ധിജീവികളും ഒത്തുകൂടിയ ഒരു ദേശീയോദ്ഗ്രഥന സെമിനാർ. അവിടുത്തെ ചർച്ചാവിഷയം എന്താണെന്ന് വെച്ചാൽ, ചരിത്രത്തെ എങ്ങനെ വരും തലമുറയ്ക്കായി കൂടുതൽ സൗഹൃദപരമാക്കി മാറ്റിയെഴുതാം എന്നതായിരുന്നു. ആ സെമിനാറിന്റെ അധ്യക്ഷൻ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചു, സമൂഹത്തിൽ ഐക്യം വളർത്താൻ നമ്മുടെ ചരിത്രത്തിലെ സംഘർഷങ്ങളുടെ കഥകൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണം. ഔറംഗസീബിനെ പോലുള്ള ഭരണാധികാരികളെ തെറ്റായി ചിത്രീകരിച്ചിട്ടുണ്ട്. ആ തെറ്റുകൾ നമ്മൾ തിരുത്തണം. ചുരുക്കത്തിൽ, നല്ലൊരു നാളേക്കു വേണ്ടി അസുഖകരമായ ഇന്നലകളെ മറന്നുകളയാം എന്നതായിരുന്നു ആ ആഹ്വാനം. ഇത് കേട്ടപ്പോൾ റസിയയ്ക്ക് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റിയില്ല. താൻ മാസങ്ങളായി വായിച്ചറിഞ്ഞ തെളിവുകളുള്ള ചരിത്ര സംഭവങ്ങളെയാണ് അവിടെ ഇരിക്കുന്നവർ ഒരു മടിയുമില്ലാതെ നുണയെന്ന് വിളിക്കുന്നത്. സത്യത്തിന് മുകളിൽ സൗകര്യത്തിന്റെ ഒരു പുതിയ ആവരണം, ഒരു പുതിയ മറയുണ്ടാക്കാൻ ശ്രമിക്കുകയാണവർ. ഇനിയും മിണ്ടാലിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ എഴുന്നേറ്റു നിന്നു. തർക്കിക്കാനായിരുന്നില്ല, മറിച്ച് ലളിതമായ, എന്നാൽ ആ മുറിയെ മുഴുവൻ നിശബ്ദമാക്കിയ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു അത്. ഔറംഗസേബ് കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്തത് ഒരു കെട്ടുകഥയാണെന്ന് വേദിയിലിരുന്നവർ വാദിച്ചു. അപ്പോൾ റസിയ ചോദിച്ചു, നിങ്ങൾ മാസിറി ആലംഗിരി വായിച്ചിട്ടുണ്ടോ? ആർക്കും മറുപടിയില്ല. അപ്പോൾ എന്താണ് ഈ പുസ്തകം? ഇതാണ് ട്വിസ്റ്റ്. ഇത് മറ്റാരോ എഴുതിയ ചരിത്രമല്ല, ഔറംഗസേബിന്റെ ഭരണകൂടം തന്നെ ഔദ്യോഗികമായി എഴുതിപ്പിച്ച അദ്ദേഹത്തിന്റെ ഭരണത്തെ പുകഴ്ത്തുന്ന ചരിത്രരേഖയാണ്. ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ചക്രവർത്തിയുടെ ഉത്തരവ് പ്രകാരം കാശിയിലെ ക്ഷേത്രം തകർത്തു എന്ന്. ആർക്കും തള്ളിക്കളയാൻ പറ്റാത്തൊരു തെളിവായിരുന്നു അത്. ഇതായിരുന്നു ആ സെമിനാറിൽ അവൾ മുന്നോട്ടുവെച്ച പ്രധാന ആശയം. യഥാർത്ഥ ഐക്യം ഉണ്ടാകുന്നത് ചരിത്രത്തെ മൂടിവെക്കുമ്പോഴല്ല, അതിനെ സത്യസന്ധമായി നേരിടാനുള്ള ധൈര്യം കാണിക്കുമ്പോഴാണ്. ചെയ്ത തെറ്റുകൾ അംഗീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പാഠം പഠിക്കാൻ കഴിയൂ, അവ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാൻ കഴിയൂ. അവരുടെ ലക്ഷ്യം ആരെയും കുറ്റപ്പെടുത്താനോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രതികൂട്ടിൽ നിർത്താനോ ആയിരുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരാൾ ചെയ്ത തെറ്റിന് ഇന്നത്തെ തലമുറ ഉത്തരവാദികളല്ല, അല്ലേ? എന്നാൽ ആ തെറ്റ് സംഭവിച്ചിട്ടേയില്ല എന്ന് നുണ പറയുന്നത് ഇന്നത്തെ തലമുറ ചെയ്യുന്ന തെറ്റാണ്. ചരിത്രത്തോട് പക്വതയോടെയും സത്യസന്ധതയോടെയും പെരുമാറുക, അതാണ് യഥാർത്ഥ പുരോഗമനം. അതായിരുന്നു അവളുടെ നിലപാട്. ആ സെമിനാറിൽ എന്തു സംഭവിച്ചു? അവൾ ജയിച്ചോ തോറ്റോ എന്നതിലല്ല കാര്യം. ആ അനുഭവം അവളെ പൂർണ്ണമായി മാറ്റിയിരുന്നു. ഹംപിയിലെ ഒരു തകർന്ന ശില്പത്തിനു മുന്നിൽ നിന്ന് തുടങ്ങിയ അവളുടെ അസ്വസ്ഥത ഇപ്പോൾ ഒരു വലിയ തിരിച്ചറിവിൽ എത്തിച്ചേർന്നിരുന്നു. സത്യം വിളിച്ചു പറയാൻ എളുപ്പമാണ്, പക്ഷെ ആ സത്യത്തിന്റെ സങ്കീർണതകളെ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോ അവളുടെ യാത്രയുടെ ഒരു വഴി നോക്കിക്കേ. ഹംപിയിലെ ഒരു കല്ലിൽ നിന്ന് ഒരു വൈകാരികമായ തുടക്കം. പിന്നീട് അച്ഛന്റെ പുസ്തകങ്ങളിലൂടെ അതൊരു ബൗദ്ധികമായ അന്വേഷണമായി മാറി. അവസാനം ആ സെമിനാറിൽ വെച്ച് അതൊരു സാമൂഹികമായ പോരാട്ടമായി. ഈ യാത്രയുടെ അവസാനം അവൾ തിരിച്ചറിഞ്ഞു, തർക്കിച്ചതുകൊണ്ടോ പ്രസംഗിച്ചതുകൊണ്ടോ മാത്രം കാര്യമില്ല. ഈ സങ്കീർണമായ സത്യങ്ങളെ അതിൻ്റെ എല്ലാ വൈകാരികമായ ആഴത്തോടും കൂടി അവതരിപ്പിക്കാനൊരു പുതിയ വഴി വേണം. അവൾ
പേനയെടുത്തു, ഒരു നോവൽ എഴുതാൻ തീരുമാനിച്ചു. തന്റെ എല്ലാ സംശയങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും ഉള്ള ഉത്തരം അവൾക്ക് കിട്ടുന്നത് സ്വാമി വിവേകാനന്ദന്റെ ഈ വാക്കുകളിലാണ്. ഇത് അവളുടെ യാത്രയെ മുഴുവൻ ഒറ്റ വാക്യത്തിൽ പറയുന്നതുപോലെയായിരുന്നു. ഒരു വെളിപാട് പോലെയാണ് അവൾക്കത് അനുഭവപ്പെട്ടത്. അതായത് സംഭവം വളരെ സിമ്പിളാണ്. നമ്മുടെ ഉള്ളിലൊരു പ്രചോദനമുണ്ടാകാം, ഒരു സംശയം തോന്നാം, ഒരു തോന്നലുണ്ടാകാം. പക്ഷേ അതിനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. അതിനെ യുക്തി കൊണ്ട് പരിശോധിക്കണം. പഠനത്തിലൂടെയും തെളിവുകളിലൂടെയും അതിനെ ഉറപ്പിക്കണം. റസിയയുടെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. ഹംപിയിൽ അവളുടെ മനസ്സിൽ തോന്നിയൊരു സംശയത്തിന് ഉത്തരം കണ്ടെത്താൻ അവൾ വർഷങ്ങളോളം കഠിനമായി പരിശ്രമിച്ചു, വായിച്ചു, പഠിച്ചു. അവളുടെ പ്രചോദനവും യുക്തിയും ഒന്നായി തീർന്നപ്പോൾ അവൾക്ക് സത്യം കൂടുതൽ വ്യക്തമായി. റസിയുടെ കഥ ഇവിടെ തീരുമ്പോൾ അത് സത്യത്തിൽ നമ്മൾ ഓരോരുത്തരുടെ മുന്നിലും ഒരു കണ്ണാടി വയ്ക്കുകയാണ്. നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ധാരണകൾ, നമ്മുടെ ചരിത്രം, ഇവയ്ക്ക് മുകളിലെല്ലാം പലതരം മറകളുണ്ട്. കുടുംബം പഠിപ്പിച്ച പാഠങ്ങളുടെ മറ, സമൂഹം പഠിപ്പിച്ച ശരിതെറ്റുകളുടെ മറ, രാഷ്ട്രീയം പഠിപ്പിച്ച ചരിത്രത്തിന്റെ മറ. ആ മറകൾക്കപ്പുറത്തേക്ക് നോക്കാനും ചിലപ്പോൾ അസുഖകരമായ സത്യങ്ങളെ നേരിടാനുള്ള ധൈര്യം നമുക്കുണ്ടോ? ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ അവശേഷിപ്പിച്ച് ഈ ആഖ്യാനം ഇവിടെ നിർത്തുന്നു.